പഠിക്കാൻ ഇന്ന് തുടങ്ങണോ അല്ലെങ്കിൽ നാളെ തുടങ്ങണോ? എപ്പം പഠിക്കാൻ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. അത് നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ ആകെ 2 മിനിറ്റേ ലെങ്ത് ഉള്ളൂ. ഇത് മൊത്തം ഒന്ന് ഇരുന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ പ്രശ്നം വെച്ചാൽ പുസ്തകം എടുത്ത് പഠിക്കാൻ തുടങ്ങുമ്പോഴുള്ള മടിയാണ്. അത് നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും മറ്റുള്ളവർക്കും എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. കാരണം നമുക്കെല്ലാം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അത് ഒരു 5 മിനിറ്റ് നമ്മൾ ഇന്ന് പഠിക്കുന്നു. അതിനുശേഷം നമ്മൾ ബുക്ക് കൂട്ടിയൊക്കെ വിചാരിക്കുക, എന്നിട്ട് പഠിക്കാൻ തുടങ്ങുക. 5 മിനിറ്റ് തുടങ്ങേണ്ട പ്രശ്നമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? 100% കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അത് ബ്രെയിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും, പക്ഷേ നമ്മളൊന്ന് ട്രാക്ക് കയറിയാൽ വണ്ടി സ്മൂത്തായിട്ട് അങ്ങ് ഓടും. അത്രയും പ്രശ്നമുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു 5 മിനിറ്റ് എത്തിയതാക്കുക. പിന്നെ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക. അതായത് കൃത്യമായിട്ട് ഈ സമയത്ത് പഠിക്കണമെന്നില്ല. അതായത് കൃത്യം 10 മണിക്ക് പഠിച്ചാലേ പഠിക്കാൻ പറ്റുന്നൊന്നുമില്ല. കൃത്യം ഒരു 10:01 ആയാലും 2 ആയാലും 10:20 ആയാലും 25 ഏത് സമയം പഠിക്കാൻ എപ്പം തോന്നുന്നു. അത് നല്ലൊരു സമയമാണോ എന്ന് നോക്കണ്ട. അതിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ പഠിക്കുക. പിന്നെ മൂഡ് നോക്കിയിരുന്നിട്ട്, നിങ്ങളുടെ മൂഡ് എപ്പം നന്നാവും നോക്കിയിരുന്നിട്ട് പഠിക്കുന്ന ഒരിക്കലും പഠിക്കലുണ്ടാവില്ല. പഠിക്കുക എന്ന് പറഞ്ഞാൽ തുടങ്ങുക, മൂഡൊക്കെ റെഡി ആയിട്ട് വരും. പിന്നെ പഠനം വെറും മാർക്കിന് വേണ്ടിയാറും. അതായത് നിങ്ങളുടെ മാർക്കിന് വേണ്ടി പഠിക്കുന്നതാണെങ്കിൽ അതിനെക്കൊണ്ട് ഒരു കാര്യമില്ല. കുറേ മാർക്ക് കിട്ടും, ഒരു സർട്ടിഫിക്കറ്റ്സ് കിട്ടും, അതിനെ കൊണ്ട് കാര്യമില്ല. ലൈഫിൽ വേണ്ടത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ബിൽഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയാണ്. അത് ഇതാക്കുക. നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഓർക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് റേസിൽ നിങ്ങളുടെ ടൈം ലൈഫ്സ് മാറിക്കളിക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത്. മറ്റുള്ളവരല്ല ഇവിടെ ഓപ്പണന്റ്. ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തന്നെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. അതാണ് ഏറ്റവും വലിയ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്. അല്ലാതെ മറ്റൊരാളെ കമ്പയർ ചെയ്തിട്ട് പഠിക്കലല്ല. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്ത് നമ്മളെ തന്നെയാണ്. നമ്മുടെ പ്രീവിയസ് ലാബിനേക്കാൾ മുകളിലെത്തണം നമ്മുടെ ഇപ്പോഴത്തെ ലാബ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നാളത്തെ വീഡിയോ കാണാം.